ബംഗാൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരെ സമ്മാനിച്ച നാടാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. 2019 ആരും പ്രതീക്ഷിക്കാതെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി തൃണമൂലിനെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. CPM ബംഗാൾ ഭരിച്ച എന്തായി എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഗുസ്തി അവിടെ ദോസ്തി അല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷേ ചോദ്യം അതല്ല, അങ്ങനെയുണ്ടെങ്കിൽ 10-30 വർഷം ഭരിച്ച ബംഗാൾ ആയിരിക്കണമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർഗവും ഒക്കെ ആകേണ്ടത് ബംഗാളായിരുന്നു. ഇതുവരെ അങ്ങനെ പറയുന്നില്ലല്ലോ, ബംഗാൾ മോഡൽ എന്നും പറയുന്നില്ലല്ലോ. കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസ്ഥ അവർ ഒരുമിച്ച് നിന്നാൽ CPM-ഉം കോൺഗ്രസും ISF-ഉം കൂടെ സഖ്യമായിട്ടാണ് സംയുക്ത മോർച്ച എന്ന് പറഞ്ഞിട്ട് നിന്നത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ CPM-ന് ഒറ്റ സീറ്റ് കിട്ടിയില്ല, കോൺഗ്രസിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഈ ISF ഒരു സീറ്റ് ജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഏറ്റവും ജൂനിയർ പാർട്ണറായത്. നമസ്കാരം. ബ്രേവ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടി മഹാഭാരതം 2024 സ്വാഗതം. ഇന്ന് നമ്മൾ ബംഗാളിലെ സ്ഥിതിയാണ് വിശകലനം ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ നിലിൻ കൃപാകരനുണ്ട്. ബംഗാൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരെ സമ്മാനിച്ച നാടാണ്. അതിന് മാത്രമല്ല, സാമൂഹിക മേഖലകളിലും ഒരുപാട് മഹാന്മാർ, സന്യാസി വര്യന്മാർ, സ്വാമി വിവേകാനന്ദൻ്റെ നാട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ നാട്, വീരേന്ദ്രകുമാർ ഘോഷിൻ്റെ നാട്, മഹർഷി അരവിന്ദൻ്റെ നാട്, അങ്ങനെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാട്, അങ്ങനെ നിരവധി മഹാന്മാരെ സമ്മാനിച്ച നാടാണ് ബംഗാൾ. പക്ഷേ ഇന്ന് ബംഗാളിനെ പറ്റി പറയുമ്പോൾ അവിടെ അഴിമതി, അക്രമങ്ങൾ, സ്വജനപക്ഷപാതം, ഒപ്പം സന്ദേശ് കരികൾ, ഷാജഹാൻ ഷേഖുമാർ, ഇങ്ങനെയുള്ള ക്രിമിനൽസ് വാഴുന്ന ഒരു നാടായിട്ടാണ് ഇന്ന് ബംഗാളിനെ കാണുന്നത്. അല്ലെങ്കിൽ വികസനം എത്താത്ത കുറേ നഗരങ്ങൾ, നാടുകൾ ആയിട്ട് ബംഗാൾ മാറിയിട്ടുണ്ട്. എന്താണ് 2024 ബംഗാളിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിക്കുമോ? അതോ തൃണമൂൽ കോൺഗ്രസ് തന്നെ വീണ്ടും അവിടെ നേടുമോ? BJP-ക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ? ഒരു സീറ്റ് പോലും കിട്ടാതെ അവസാനിച്ചു പോയ CPM-ന് ഒരു തിരിച്ചുവരവുണ്ടാകുമോ? കോൺഗ്രസ്സിന് എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. എന്ത് തോന്നുന്നു അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ബംഗാളിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. ഇപ്പം നിലവിലിപ്പോൾ നമുക്കറിയാം, സന്ദേശ് കലി വിഷയമാണെങ്കിലും അവിടുത്തെ അഴിമതി, പിന്നെ ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ശരിക്കും നെഗറ്റീവ് വാർത്തകളാണ് ബംഗാളിൽ നിന്ന് എല്ലാ ദിവസവും വരുന്നത്. അപ്പം BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP-യുടെ വലിയ ലക്ഷ്യമുണ്ട്, പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യമൊക്കെ നിറവേറാൻ വളരെ നിർണായകമായൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കാരണം അവിടെ 42 സീറ്റുകളാണുള്ളത്. നമുക്കറിയാം, 48 സീറ്റ് മഹാരാഷ്ട്രയിലും 80 സീറ്റ് ഉത്തർപ്രദേശിലും. അത് കഴിഞ്ഞാൽ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. അടുത്ത സംസ്ഥാനം ബംഗാളാണ്. അതെ. അപ്പം BJP സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ആരും പ്രതീക്ഷിക്കാതെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി 18 സീറ്റാണ് നേടി തൃണമൂലിനെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തവണ ഇത്രയും വിഷയങ്ങളുണ്ട്. BJP ശരിക്കും സമരരംഗത്തൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സന്ദേശ് കാലി വിഷയം, ഷാജഹാൻ ഷേഖിൻ്റെ ക്രൂരകൃത്യങ്ങൾ, വനിതകൾക്ക് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ പീഡനം, അങ്ങനെ അറിയാലോ. കാരണം നൊട്ടോറിയസ് ആയുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് വന്നത്. അപ്പോൾ ആ സംഭവത്തെ നടക്കുമ്പോഴൊക്കെ BJP-ആണ് ശരിക്കും പ്രതിപക്ഷത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നണി പോരാളികളായിട്ട് അവർ സമരം നയിച്ചു. സുവേന്ദു അധികാരി ഗ്രൗണ്ടിലുണ്ടായിരുന്നു. BJP നേതാക്കളെല്ലാം വളരെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് മമതയ്ക്ക് നല്ല ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു സ്ത്രീ വോട്ടർമാർക്കിടയിൽ. അതിലൊരു വലിയ കോട്ടം തട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇലക്ടോറലി BJP-ക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഇത്തവണ വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. തൃണമൂൽ ശരിക്കും ബാക്ക് ഫുട്ടിലാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ഒന്ന് ആൻറ്റി ഇൻകംബൻസി വളരെ ഹെവിയാണ്, 10 വർഷമായിട്ട് ഭരിക്കുന്നു. പക്ഷേ നമുക്കറിയാലോ, CPM-ൻ്റെ ദുർഭരണം, 30 വർഷത്തിലധികം CPM ബംഗാൾ ഭരിച്ച എന്തായി എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അതിനുശേഷം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് മമതാ ബാനർജിയെ അധികാരത്തിലേറ്റിയത്. പക്ഷേ അതേ രീതിയിലുള്ള അതേ ഭരണം, എല്ലാ അർത്ഥത്തിലും ഉള്ള ക്രൂരതയും അടിച്ചമർത്തലുകളും ആയിട്ട് മമത മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ശരിക്കും ഒരു നിർണായകമായൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ബംഗാൾ. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി 2 വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്നുള്ള ഒരു ഇത് കൂടി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുമാത്രമല്ല, തൃണമൂലിനെ സംബന്ധിച്ച് BJP കടന്നു കയറി തൃണമൂലിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് മൊത്തം മാറും. അതുമാത്രമല്ല, പാർട്ടിയുടെ ഒരു എന്താ പറയുക, പാർട്ടി പിന്നോട്ട് പോകാൻ, അതായത് തൃണമൂൽ കോൺഗ്രസ് പിന്നോട്ട് പോകാനുള്ള വലിയൊരു കാരണമായത് മാറും. ഈ ബംഗാളിൽ 2019 ഇലക്ഷനിൽ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ നിയമസഭയിൽ അത് അവർക്ക് ഒരുപക്ഷെ ഭരണത്തിൽ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എത്തിയില്ല. എന്തോ ഇത് അതുപോലെ തന്നെ ആ ഒരു തിരിച്ചടി, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP കുറച്ച് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ, അതോ മറ്റെന്തെങ്കിലും സാധ്യതകൾ അവിടെ BJP-ക്ക് ഉണ്ടാകുമോ? തീർച്ചയായും നമുക്കറിയാലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം, പിന്നെ എല്ലാവരും വോട്ടേഴ്സ്,
ഇന്ത്യൻ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്റലിജന്റ് ആയുള്ള വോട്ടേഴ്സാണ് ഇപ്പം. അവർക്ക് കൃത്യമായിട്ട് അറിയാം ദേശീയ തലത്തിൽ അവർ കാണും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ബംഗാളിൽ ഇപ്പം BJP സംബന്ധിച്ച് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അവസാന 6 മാസത്തിനിടെ ബംഗാളിൽ BJP നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആ ഒരു ചെറിയൊരു മൊമെന്റം നഷ്ടപ്പെട്ടിരുന്നു, ശരിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയം, കാരണം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു BJPക്ക്. മമതയെ വീഴ്ത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോയതായിരുന്നു. പക്ഷേ അവസാന നിമിഷം മമത ചില ട്രിക്കുകളും പിന്നെ അവരുടെ ഒരു പ്രാദേശിക വികാരം ആളിക്കത്തിച്ചതെല്ലാം ചെറിയ തോതിൽ മമതയ്ക്ക് അതൊരു ഗുണമായി മാറി. അങ്ങനെയാണ് 3% ആയിരുന്നു ലോക്സഭയിൽ വ്യത്യാസം. കഴിഞ്ഞ ലോക്സഭയിൽ 2019 40% വോട്ട് BJPക്ക് ലഭിച്ചു, 43% തൃണമൂലിന് ലഭിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പ് 10, അതായത് 48% വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിന് പോൾ ചെയ്തത്. BJPക്ക് 38% കിട്ടുള്ളൂ. അപ്പോൾ ആ 10% ഡിഫറൻസ് വരുത്താൻ മമതയ്ക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും കുറച്ച് പേര് തിരിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി, മുകുൾ റോയ് ഒക്കെ ഉൾപ്പെടെയുള്ള നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം BJP അല്പം കുറച്ചു കാലം ആ ഒരു ചെറിയൊരു വീക്ക് ആയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ. പക്ഷേ അത് കഴിഞ്ഞ് ഈ വിഷയങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് സന്ദേശ് കാലി ആണെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വയലൻസ് എല്ലാം വന്നപ്പം BJP വീണ്ടും സജീവമായി. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കി. RSSൻ്റെ പ്രവർത്തനം വളരെ സ്ട്രോങ് ആണ് ഇപ്പം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ BJP ശരിക്കും വീണ്ടും ഒന്ന് പൊസിഷൻ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു നെറേറ്റീവ് ഒക്കെ കറക്റ്റായിട്ട് BJP ഒന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഇലക്ടോറലി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ BJP സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഒരു പ്രധാന കാരണം ജോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായി BJPക്ക് ബംഗാളിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ BJPക്ക് സാധിക്കണം. ഇപ്പം മമതയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് ഏരിയ എന്ന് പറയുന്നത് നല്ല പോപ്പുലേറ്റഡ് ആയുള്ള സൗത്ത് ഈസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സൗത്ത് ബംഗാളിലാണ്. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഗംഗാ സമതലം എന്ന് പറയുന്ന മേഖലയുണ്ടല്ലോ, കൽക്കത്ത, ഹൗറ, ഹൂഗ്ലി, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ഈ ഒരു വരുന്ന മേഖല, ഈ മേഖലയിൽ BJPക്ക് വേണ്ടത്ര രീതിയിൽ മുന്നേറാനോ അല്ലെങ്കിൽ കടന്നു കയറാനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കൽക്കത്തയിലൊക്കെ BJP വളരെ ഇപ്പോഴും BJPക്ക് എന്താ പറയുക ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു വോട്ട് ഡിഫറൻസ് ഒക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് മമതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ്. BJP പ്രധാനമായിട്ടും നോർത്ത് ബംഗാളിലും പിന്നെ ജംഗിൾ മഹൽ ട്രൈബൽ റീജിയനിലുമാണ് BJP ഇപ്പോൾ നിലവിൽ വളരെ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത്. BJP ബംഗാളിൽ വളർന്നത് ശരിക്കും പട്ടികജാതി വിഭാഗക്കാർക്കിടയിലും പട്ടികവർഗ വിഭാഗക്കാർക്കിടയിലും പിന്തുണ നേടിയാണ് വളർന്നത്. സവർണ ഫാസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള BJP. അതെ, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ റെലവൻസ്. RSSൻ്റെ പ്രവർത്തനങ്ങൾ, അതുകൂടാതെ തന്നെ ഇപ്പോൾ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ബംഗാൾ എന്ന് പറയുമ്പം ഈ എസ്റ്റേറ്റ് മേഖലയൊക്കെയാണ്. അതുകൂടാതെ ഉത്തരേന്ത്യൻ പോപ്പുലേഷൻ, ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന പോപ്പുലേഷൻ അവിടെ അത്യാവശ്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ, അതുകൂടാതെ തന്നെ രാജബൻഷീസ് പോലെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് BJP. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡാർജിലിംഗ്, അലിപർദ്വാർ, പിന്നെ കൂച്ച് ബിഹാർ, പിന്നെ ജയ്പാൽഗുഡി, ആ റീജിയൻ, ആ 4 ലോക്സഭാ സെഗ്മെൻറ്റും കഴിഞ്ഞ തവണ BJPയാണ് ജയിച്ചത്. പിന്നെ BJPയുടെ ഒരു സ്വാധീന മേഖലയായി വരുന്നത് സൗത്ത് വെസ്റ്റ് മേഖലയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജംഗിൾ മഹൽ, അവിടെയാണ് ഇപ്പം ഈ പുരുളിയ, ബാങ്കുര, ജാർഗ്രാം, പിന്നെ മിഡ്നാപൂർ, 2 മിഡ്നാപൂർ ജില്ലകൾ. മാൾഡ ഇപ്പുറത്തെ റീജിയനിലേക്ക് വരുന്ന ബംഗ്ലാദേശ് ബോർഡറുമായി ബന്ധപ്പെട്ട് അത് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ്. കോൺഗ്രസിന് ശരിക്കും സ്വാധീനമുള്ള ബംഗാളിലെ 2 ഈ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് മുർഷിദാബാദും മാൾഡയാണ്. മാൾഡ പിന്നെ നമ്മൾ പഴയ ഗനികാൻ ചൗധരിയുടെ കോൺഗ്രസിന്റെ വെറ്ററൻ, അപ്പോൾ ആ ഒരു പിന്തുണ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 മേഖലയിലാണ്. അവിടെ തന്നെ സുവേന്ദു അധികാരി വന്നതോടുകൂടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ കുറച്ചും കൂടെ സ്വാധീനം വന്നു ഈ പറയുന്ന ജംഗിൾ മഹൽ മേഖലയിൽ. പക്ഷേ ഹൂഗ്ലി, ഹൗറ, ഈ നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, ആ ഒരു റീജിയൻ, കൊൽക്കത്ത, അവിടെ മമതയുടെ ശരിക്കും ഒരു വലിയ ആധിപത്യമാണ് കാണുന്നത്. CPMൻ്റെ തകർച്ചയോടുകൂടി ആ മേഖലയിലേക്ക് പൂർണ്ണമായും മമതയാണ് വന്നിട്ട് കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് BJP സംബന്ധിച്ച് ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഒപ്പീനിയൻ പോൾ, CNN News 18ൻ്റെ ഒപ്പീനിയൻ പോളിൽ BJPക്ക് 25 സീറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റാണ് BJP നേടിയത്. തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റും കോൺഗ്രസ് 2 സീറ്റും നേടി. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മേഖലയിലാണ്, അതായത് മാൾഡയും മുർഷിദാബാദിൽ ബഹ്റാംപൂരിൽ അധിർ രഞ്ജൻ ചൗധരി ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ച് ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന അഭിപ്രായ സർവേയൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ മേഖലകളിൽ, അതായത് കൊൽക്കത്ത, ഹൗറിയ, സൗത്ത് 24 പർഗൻസ്, ആ വരുന്ന ഒരു ഗംഗാ സമതലം എന്ന് പറയുന്ന ഡെൽറ്റ റീജിയനിൽ നല്ലൊരു മുന്നേറ്റം BJP ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മമതയുടെ കോട്ടകളെന്നറിയപ്പെടുന്ന മേഖലയിൽ BJP ഒരു ചെറിയ ഇൻറോഡ് ഉണ്ടാക്കി അവിടെ കുറേ സീറ്റുകൾ നേടുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും.
ബറാംപൂരിലല്ലേ ആദിർ രഞ്ജൻ ചൗധരിക്ക് എതിരെ ഇത്തവണ പണിയാണ്. യൂസഫ് പത്താനെ യൂസഫ് നിർത്തിയ പത്താനെ സ്ഥലം. ഇറക്കിയിരിക്കുന്നത്. അതായത് മുസ്ലിം പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് 53% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു മണ്ഡലമാണ്. അതെ, അപ്പം അതായത് ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അതിന്റെ ലോക്സഭാ കക്ഷി നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സഖ്യത്തിലെ തന്നെ മറ്റൊരു കക്ഷി വേറൊരു സ്ഥാനാർത്ഥി യൂസഫ് പത്താനെ പോലെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അതെ അതെ, അതിലൊരു കാര്യമുണ്ട്. കാരണം മമതാ ബാനർജിയും അധിർ രഞ്ജൻ ചൗധരിയും തമ്മിലുള്ള പോരുകളൊക്കെ നമുക്കറിയില്ല. കാരണം ഈ സഖ്യം തന്നെ ബംഗാളിൽ യാഥാർത്ഥ്യമാകാത്തതിന് ഒരു കാരണം അധിർ രഞ്ജനും മമതയും തമ്മിലുള്ള, അധിർ രഞ്ജൻ അത്രയും വലിയ വിമർശനങ്ങളൊക്കെ അയച്ചുവിടുന്നത്. അപ്പൊ അതേ ഒരു പഴയ ടൈപ്പ് ഒരു പൊളിറ്റീഷ്യൻ ആണല്ലോ. അല്ല, അത് മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അദ്ദേഹമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹമായിരിക്കും കൂടുതൽ വിമർശനങ്ങൾ അയച്ചു വിടുന്നത്. തീർച്ചയായും വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ CPM മമതയുടെ ഈ ഒരു വരവുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഒരു കാലത്ത് CPM കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു മമത. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ വിഭാഗം നേതാവായിരുന്നു. എൻ്റെ ഓർമ്മയിൽ മമതയെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു വലിയൊരു ചർച്ചയായ, അന്നത്തെ കാലത്ത് ചർച്ചയായ ഒരു ഇതായിരുന്നു. അതിനുശേഷം CPM അത്രയും സ്ട്രോങ് ഹോൾഡ്, അതായത് 33 പതിറ്റാണ്ടിലധികം ഭരിച്ചിടത്തേക്ക് പെട്ടെന്ന് അടിച്ചു കയറി അവരെ തറപറ്റിക്കാൻ കഴിഞ്ഞ അതെങ്ങനെയാണ്? അത് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. മമത നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മമതയുടെ ഈ മാറ്റാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം മമത എന്തിനാണോ രംഗത്ത് വന്നത്, എന്തിനെതിരെയാണോ രംഗത്ത് വന്നത്, ഇപ്പൊ അതേ രീതിയിൽ തന്നെ മമതയും മമതയുടെ പാർട്ടിയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വിമർശനമായിട്ട്. പക്ഷെ മമത ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള രീതിയിൽ അവർ CPM-നെതിരെ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ചിട്ട് പോരാടുകയുണ്ടായത്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പലപ്പോഴും കോൺഗ്രസിലെ പ്രണബ് മുഖർജിയൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു ഇതിന് ശേഷമുള്ള ഒരു ജനറേഷൻ വന്നപ്പോൾ പൊതുവെ അവർക്കെതിരെയുള്ള ഒരു ആരോപണം മമത തന്നെ ഉന്നയിച്ചെന്ന് വെച്ചാൽ ഇവർക്ക് CPM-നോട് മുട്ടാൻ ധൈര്യമില്ല. പഴയ CPM, മൈറ്റി CPM-നോട് മുട്ടാൻ ധൈര്യമില്ല, ഇവരെല്ലാം സ്വന്തം തടി നോക്കി നടക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതി. പക്ഷെ മമത ഒറ്റയ്ക്ക് പലപ്പോഴും ആരുടെയും സപ്പോർട്ട് മമതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് മാറി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ഫൈറ്റ് ചെയ്തു. അതാണ്. പക്ഷെ ആദ്യകാലത്ത് NDA-യുടെ ഒരു സപ്പോർട്ട് ഞാനത് പറയാൻ വന്നായിരുന്നു. വാജ്പേയിയുടെ ഒപ്പം റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നല്ലോ. അതുകൂടാതെ മമത അവിടെ ഒരു സ്വാധീനം, അന്ന് ഒരു പരിധിവരെ CPM-നോട് പിടിച്ചു നിൽക്കാൻ മമതയ്ക്ക് ഒരു വലിയ ശക്തിയായത് അന്നത്തെ NDA സർക്കാരിന്റെയും BJP-യുടെയും പിന്തുണയാണ്. പക്ഷെ അത് കഴിഞ്ഞ് മമത കൃത്യമായിട്ട് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മമതയുടെ ഒരു പേഷ്യൻസ് ലെവലൊക്കെ വളരെ ഹൈ ആണ്. ആ ലെവൽ ഇത്രയും കാലം അവർ പിടിച്ചു നിന്ന് ഒരുപാട് മർദ്ദനങ്ങൾക്ക് ഇരയായി പല രീതിയിലുള്ള. അത് മാത്രമല്ല, CPM-ന്റെ ഒരു അതായത് ഒരു സർവാധിപത്യം ഉള്ള ഒരു സ്ഥലത്ത് പിടിച്ചു കയറുക എന്ന് പറയുന്നതും അവരെ തറപറ്റിക്കുക എന്ന് പറയുന്നത് വാട്ടറിൽ പോലെ അത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അക്കാര്യത്തിൽ നമുക്ക് മമതയെ സമ്മതിക്കാതിരിക്കാതെ ഒരിക്കലും പറ്റില്ല. പക്ഷേ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവർക്കുണ്ടായ ഒരു മാറ്റം, അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വളരെ വലിയൊരു മുസ്ലിം പ്രീണനം, ഹിന്ദു വിരുദ്ധത, അതുകൊണ്ടാണല്ലോ എതിർപ്പുകളും അതിനനുസരിച്ച് ഉണ്ടായതും മറ്റുള്ളവരെ കയറി വന്നതും അതുകൊണ്ടാണ്. പിന്നെ CPM-ന്റെ പാത പിന്തുടർന്നുള്ള ആക്രമണങ്ങൾ, അതായത് CPM എന്താണോ ചെയ്തിരുന്നത്, എതിർ രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് ചെയ്തു അത് തന്നെ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് സ്വാഭാവികമായിട്ടും CPM-കാരായിരിക്കുമല്ലോ തൃണമൂലിലേക്കും വന്നിട്ടുണ്ടാവും. അതെ, നല്ലൊരു വിഭാഗം ആൾക്കാർ. അതെ. അപ്പം എനിക്കൊന്ന് പാർട്ടി ഓഫീസ് ഉൾപ്പെടെ തൃണമൂൽ ഓഫീസായിട്ട് മാറിയിരുന്നു ആ കാലത്ത്. അതെ. അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നത് വലിയ ഒരു ആക്രമണം അഴിച്ചുവിടുകയും അപ്പോൾ സ്വാഭാവികമായിട്ടും ചേർത്ത് നിൽക്കുന്ന ആളുകൾ പതിയെ BJP-യിലേക്ക് വരികയും നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ആ BJP-യുടെ ഒരു മാറ്റവും അതിനനുസരിച്ച് BJP-യിലേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും BJP-ക്ക് ഒരു സാധ്യതയുമില്ലാതിരുന്ന ബംഗാൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പോലും 2 സീറ്റ് 2014 2 സീറ്റ്, അതിനുശേഷം 2019 18 സീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു 283-ൽ നിന്ന് 303 എത്താൻ പ്രധാന ഒരു കാരണം 18 സീറ്റ്. അതെ, ഉത്തർപ്രദേശിൽ കുറഞ്ഞു, പക്ഷെ അതൊക്കെ ബംഗാൾ കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ സാധിച്ചു. CAA ഇപ്പോൾ നടപ്പിലാക്കാൻ അതിൻ്റെ പ്രാബല്യത്തിലേക്ക് സർക്കാർ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മാറ്റം ബംഗാളിൽ എന്താണ് എല്ലാ കക്ഷികൾക്കും, അതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? അതിലൊരു നിർണായകമായിട്ടുള്ള ഒരു എന്താ പറയുക റോള് ഇപ്പോൾ CAA-ക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 2 തരത്തിൽ. ഒന്ന്, മുസ്ലിം വോട്ടേഴ്സിൻ്റെ ഇടയിൽ. ബംഗാൾ എന്ന് പറഞ്ഞാൽ 30% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി ബോർഡർ പങ്കിടുന്ന പല ഡിസ്ട്രിക്റ്റുകളിലും ഇവർ വളരെ നിർണായകമാണ് മുസ്ലിം വോട്ട് ബാങ്ക്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ബഹ്റാംപൂർ ഉൾപ്പെടെയുള്ള മുർഷിദാബാദ്, മാൾഡ, ഈ ജില്ലകളിലെല്ലാം മുസ്ലിം പോപ്പുലേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് മാത്രമല്ല, North 24
ഓഫ് പർഗനാസിലും ഒക്കെ ഉണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ മമതാ ബാനർജി വലിയൊരു ഭയം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ CAA നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും, അങ്ങനെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിൽ മമത ഇപ്പം കൃത്യമായിട്ട് മമതയുടെ സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. അതിന് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സന്ദേശ് കലി വിഷയത്തിൽ ശരിക്കും മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു മമത. കാരണം സ്ത്രീ വോട്ടർമാരാണ് എപ്പോഴും മമതയെ പിന്തുണച്ചിരുന്നത്, ഒരു വലിയ വിഭാഗം. അവർ ഈ ഒരു വിഷയം വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. മമതയ്ക്കെതിരെ ആൻറ്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആവാൻ കാരണമായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ഈ CAA വിഷയം കൊണ്ടുവന്നിട്ട് മമത ഇതിനെ മറയ്ക്കാൻ, അതായത് ഈ വിഷയമെല്ലാം മാറ്റി ഇത് കുറച്ചൊന്ന് ദുർബലപ്പെടുത്തി CAA വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മമത നടത്തിയിട്ടുണ്ട്. അത് സക്സസ് ആവുമോ എന്നുള്ളത് നമുക്ക് റിസൾട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം മമത ഈ CAA വിഷയത്തിന് മുമ്പ് ബംഗാളിലെ ഒരു ഇഷ്യൂ ആണ് പറയുന്നത്. മമതയ്ക്ക് മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം മമതയ്ക്ക് പിന്തുണ ഉണ്ടാവില്ല. അതായത് മുസ്ലിം വോട്ടർമാരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ മമതയ്ക്ക് നഷ്ടപ്പെടും. കാരണം കുറച്ച് വോട്ടുകൾ കോൺഗ്രസിലേക്കും, ഈ സഖ്യം വന്നില്ലെങ്കിൽ കോൺഗ്രസിലേക്കും, പിന്നെ CPM ISF എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ, ഒരു മുസ്ലിം പാർട്ടിയുടെ CPM-നൊപ്പമുള്ള അവർക്ക് ആ വിഭാഗങ്ങളിലേക്ക് പോകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ CAA വിഷയം വന്നതിന് ശേഷം മമത വീണ്ടും മുസ്ലിം വോട്ടർമാരെ കളം തിരിച്ച് പിടിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിലൊരു നിർണായകമായ മറ്റൊരു വസ്തുത, ഇതിലൊരു കൗണ്ടർ പോളറൈസേഷനും സാധ്യതയുണ്ടെന്നാണ് പൊതുവെ ഇപ്പം സ്വപൻ ദാസ് ഗുപ്തയൊക്കെ പോലുള്ള ബംഗാൾ രാഷ്ട്രീയം നന്നായി അറിയുന്ന മാധ്യമപ്രവർത്തകരും പിന്നീട് BJP-യുമായി അസോസിയേറ്റ്, പിന്നീടല്ല അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. അപ്പോൾ ഒക്കെ പറയുന്നത്, എക്സ്പേർട്സ് ആയുള്ള ആളുകൾ പറയുന്നത്, അതായത് കൗണ്ടർ പോളറൈസേഷൻ നല്ല തോതിൽ ഉണ്ടാകും. അതായത് ഹിന്ദു പോളറൈസേഷൻ ഓൾറെഡി അവിടെ പല വിഷയങ്ങളുണ്ട്. സന്ദേശ് കലി വിഷയത്തിലാണെങ്കിലും ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായത് ഭൂരിപക്ഷം ഹിന്ദു വനിതകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നെറേറ്റീവ്സും ഇഷ്യൂസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു കൗണ്ടർ പോളറൈസേഷൻ അവിടെ BJP-ക്ക് അനുകൂലമായിട്ട് വർക്കൗട്ട് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ കൗണ്ടർ പോളറൈസേഷൻ വർക്കൗട്ട് ആണെങ്കിൽ BJP-യുടെ സീറ്റ് നില ചിലപ്പോൾ ഒരു 30 വരെയൊക്കെ പോയേക്കാം എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CAA വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വിഭജനത്തെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം വന്ന വിഭാഗക്കാർ പല മേഖലകളിലും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് മത്വ കമ്മ്യൂണിറ്റി. ഈ മത്വ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17% ബംഗാളിലെ ജനസംഖ്യയിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരൊരു മെയിൻ പ്രശ്നം, ഇവർക്ക് പൗരത്വം അതൊരു പ്രശ്നമായി നിൽക്കുകയായിരുന്നു. ഇവർക്ക് വോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയൊക്കെ BJP-ക്ക് ഉണ്ട്, ശന്തനു താക്കൂർ. ബോൻഗാവ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. അപ്പം ഈ ബോൻഗാവ്, കൃഷ്ണനഗർ, പിന്നെ റാണാഘട്ട് എന്നൊക്കെ പറയുന്ന ഈ നാദിയ ജില്ലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ മത്വ കമ്മ്യൂണിറ്റിൻ്റെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പം മത്വ കമ്മ്യൂണിറ്റി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP-യോട് പിണങ്ങി നിൽക്കുകയായിരുന്നു. കാരണം CAA കൊണ്ടുവന്നെങ്കിലും അതായത് നടപ്പിലാക്കാൻ വൈകി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ 2019 BJP-ക്ക് അനുകൂലമായിട്ടാണ് ഇവർ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് BJP-ക്ക് ഈ ഒരു മുന്നേറ്റം പല മേഖലയിലും ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പോൾ അവർ വീണ്ടും തിരിച്ച് BJP-ക്കൊപ്പം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അതൊരു പോസിറ്റീവായ കാര്യമാണ്. ആ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ BJP-ക്ക് ലഭിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സൗത്ത് ബംഗാളിനും നോർത്ത് ബംഗാളിനും ഇടയിലുള്ള പല ഡിസ്ട്രിക്റ്റിലും BJP-ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും CAA ഒരു വലിയ ഘടകം തന്നെയാണ്. ഒരു പോളറൈസേഷൻ, ഒരു കൗണ്ടർ പോളറൈസേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത്രയും ഒരു ക്ലോസ് ഫൈറ്റാണ് ഇത്തവണ നടക്കുന്നത്. പക്ഷേ ഒരു മൊമെൻറ്റം അല്പം BJP-ക്ക് ഉണ്ട്. പക്ഷേ ആ മൊമെൻറ്റം മമതയാണ്. നമുക്ക് ഒരിക്കലും മമതയെ എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ മമതയുടെ പരിക്കും, പരിക്ക് അന്ന് പിന്നെ വീൽ ചെയറിലിരുന്ന്, അന്ന് വീൽ ചെയറിലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാലൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീൽ ചെയറിലിരുന്ന്, അതൊരു വലിയൊരു ചേഞ്ചാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ദീദിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നിയമസഭയിൽ അത്ര ഒരു മാറ്റം ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും ഒരു മാറ്റം. കിഷോർ ആയിരുന്നു അന്ന്. അതെ അതെ, ഈ കാര്യങ്ങളെല്ലാം മമതക്ക് പറഞ്ഞു കൊടുത്തെന്നാ പറയുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഒന്നും നടക്കാത്തപ്പോൾ പണ്ട് പിന്നെ കോളേജ് ഇലക്ഷനുകളിൽ സംഭവിക്കുന്ന പോലെയുള്ള വെച്ച് കെട്ടിക്കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ പണ്ട് കോളേജ് ഇലക്ഷനിൽ നടക്കുമ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ മമതയും അങ്ങനെ ചെയ്തു. അതിന്റെ ഗുണം അന്നുണ്ടായി. ഇപ്പോൾ ആ ഇലക്ഷൻ എടുത്ത സമയത്ത് മമത വീണ്ടും വീണിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല, എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് വരാം. ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് മമതയും കോൺഗ്രസും CPM-ഉം എല്ലാവരും കൂടെ ഒരുമിച്ച് BJP-യെ നേരിടുമെന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മമത 42 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വേറെ വഴിയൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഗുസ്തി അവിടെ ദോസ്തി അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ദോസ്തി എന്നുള്ളതിനപ്പുറം അവരെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബംഗാളിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അവസ്ഥ? അവർ ഒരുമിച്ച് നിന്നാൽ, കഴിഞ്ഞ നിയമസഭയിൽ ഒരുമിച്ച് നിന്നു, ഒരു കാര്യം ഉണ്ടായില്ല, ഒരു സീറ്റ് പോലും
CPM കിട്ടിയില്ല. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയിരുന്നു? കോൺഗ്രസിന് നിയമസഭയിൽ ഒറ്റ സീറ്റും കിട്ടിയില്ല. രണ്ടുപേരും അതായത് കിട്ടിയില്ല. ഇല്ല, CPM-ഉം കോൺഗ്രസും ISF-ഉം കൂടെ സഖ്യമായിട്ടാണ് സംയുക്ത മോർച്ച എന്ന് പറഞ്ഞിട്ട് നിന്നത്. ഈ ISF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുർഫുറ ഷെറീഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ദർഗയുണ്ട്. ആ ദർഗയിലൊരു ക്ലറിക്കാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നൊക്കെയാ പേര്, പക്ഷെ പക്ക മതമൗലികവാദ ആശയങ്ങൾ പിന്തുടർന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരും കൂടെ ചേർന്നിട്ടാണ് നിന്നത്. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് CPM-ന് കിട്ടിയത് 5% താഴെ വോട്ടാണ്. കോൺഗ്രസിന് കിട്ടിയത് 3% താഴെ, 2.9 അങ്ങനെ സംതിങ് ആണ് കിട്ടിയത്. ഈ പറയുന്ന പാർട്ടിക്ക് ISF-ന് 1.5% വോട്ട് കിട്ടി. ഇവർ പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ CPM-ന് ഒറ്റ സീറ്റ് കിട്ടിയില്ല, കോൺഗ്രസിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഈ ISF ഒരു സീറ്റ് ജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഏറ്റവും ജൂനിയർ പാർട്ണറായത്. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പം BJP 77 സീറ്റ് നേടി, തൃണമൂൽ 215 സീറ്റ്, 294 അംഗ നിയമസഭയിൽ. അപ്പം ആ രീതിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം തിരിച്ച് കയറി വരുന്നുണ്ടെന്നൊക്കെ കേരളത്തില് പല സൈബർ സംഘങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. വോട്ട് റാലിയൊക്കെ വെച്ചിട്ട്, അതെ, റാലിയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കയറി വരുന്നുണ്ടോ? എന്താ അവസ്ഥ? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPM-ന് ഇപ്പോഴും അവിടെ കൃത്യമായിട്ടൊരു എന്താ പറയുക, ഒരു ആശയം അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത് മുന്നോട്ട് വെക്കാനില്ല. എന്താണ് നേതാവ് തന്നെ ഇല്ല. ഇപ്പം പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള, കാരണം ഒരു തലമുറ മൊത്തം കൊഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ യുവാക്കളെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. പിന്നെ വേറൊരു പ്രശ്നം, അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് സംഘടനാ തലത്തിൽ ഇപ്പം വളരെ ദുർബലമായ അവസ്ഥയിലാണ്. കാരണം പല സ്ഥലങ്ങളും BJP ആയി കഴിഞ്ഞു, പല പാർട്ടി ഓഫീസുകൾ BJP ആയി കഴിഞ്ഞു, പ്രധാനപ്പെട്ട പല നേതാക്കളും BJP-യിൽ എത്തിക്കഴിഞ്ഞു, പ്രാദേശികമായി തന്നെ. അല്ല, തൃണമൂലത്ത് തല്ലുകൊള്ളുമ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ. അത് തിരിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ശക്തമായിട്ട് നിൽക്കുന്നവരുടെ കൂടെ അല്ലേ ചേരാൻ പറ്റുള്ളൂ. മനുഷ്യരാണ്, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുർഷിദാബാദ് പോലെയുള്ള 1-2 മണ്ഡലങ്ങളിലൊക്കെയാണ് അവർ അല്പം തന്നെയെങ്കിൽ, കാരണം മുസ്ലിം വോട്ടിൽ ഒരു പോർഷൻ ആകർഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് CPM നോക്കിയിരുന്നത് ഈ സഖ്യമാണെങ്കിലും. കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബേറാംപൂരിൽ അധിർ രഞ്ജൻ ചൗധരിയുടെ അവസ്ഥ ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ മാൾഡ, സൗത്ത് മാൾഡ, ദക്ഷിൺ മാൾഡ, അതാണ് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ കോൺഗ്രസ് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ, കാരണം ആ രീതിയിലാണ് കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിൽ അവർക്ക് കിട്ടിയ വോട്ട് ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. 6% വോട്ടാണ് CPM-ന് കിട്ടിയത്, കോൺഗ്രസിന് 5.5% വോട്ട്. പക്ഷെ അതിലൊരു വലിയ ജമ്പ് അവർക്ക് കൊണ്ടുവരാൻ പറ്റണം. അതുമാത്രമല്ല, അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സ് വേണം. ഇപ്പം ശരിക്കും അവിടെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ചർച്ച വരുന്നത്, ഒരു 2 പോളർ ബൈപോളർ കോൺടെസ്റ്റ് ആണ് BJP തൃണമൂലും. അപ്പം അത് അത്രയും നല്ല രീതിയിലുള്ള ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് ഇപ്പം നടക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ CA വിഷയം വന്നത് ശരിക്കും ഈ കോൺഗ്രസിനും CPM-നും ലെഫ്റ്റിനൊക്കെ ഒരു തിരിച്ചടിയാണ്. കാരണം അത് മമതയ്ക്ക് കുറച്ചും കൂടെ മുസ്ലിം പോളറൈസേഷൻ, കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് പോവുക ചെയ്യുക. അതെ, കാരണം മമതയോട് കുറച്ച് താല്പര്യക്കുറവുള്ള, ആൻറ്റി ഇൻകംബൻസി ഉള്ള മുസ്ലിം വോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു CPM-ലേക്ക്. അതിലായിരുന്നു CPM-ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ. പിന്നെ സംഘടനാ തലത്തിൽ വളരെ നിർജ്ജീവവും ദുർബലവുമാണ് പല മേഖലകളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ നമുക്ക് പറയാം. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് കുറച്ചൊക്കെ അവർ ഒരു പ്രതീക്ഷ വെക്കുന്നത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ISF-ഉം CPM, അതായത് ലെഫ്റ്റ് പാർട്ടീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് 20% വോട്ട് പിടിച്ചിരുന്നു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കാരണം മമത 51% വോട്ട് നേടി, ഭൂരിപക്ഷം സീറ്റ് നേടിയെന്നാണ് പറയുന്നത്. പക്ഷെ വ്യാപകമായ അക്രമമാണ് അവിടെ അരങ്ങേറിയത്. കാരണം നല്ലൊരു ഫ്രീ ആൻഡ് ഫെയർ ആയുള്ള ഒരു വോട്ടിംഗ് അല്ല നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നമുക്കത് ബാങ്ക് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഇഷ്യൂ എങ്ങനെയാണെന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും ലോക്കൽ ഇഷ്യൂ ആണ്, അതിനെ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് കൂട്ടിക്കെട്ടാൻ കാൽക്കുലേഷൻ പറ്റില്ല. പിന്നെ ഒരു ചോദ്യം ഉള്ളത്, ബംഗാൾ എന്ന് പറയുമ്പോൾ ബംഗാൾ, ത്രിപുര, കേരളം, CPM ഏറ്റവും കൂടുതൽ, അതായത് ഇടതുപക്ഷം ഭരിച്ച് അത്രയും വർഷം വേറെ ആരുടെയും ശല്യമില്ലാതെ ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ ബംഗാളിൽ എനിക്ക് 35 വർഷം ഭരിച്ചിരുന്നു തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം ഭരിച്ചിട്ടും ബംഗാൾ എന്തുകൊണ്ട് സ്വർഗമായില്ല? അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം നമുക്കിപ്പം ബംഗാൾ CPM ഭരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഗുണമുണ്ട്. കാരണം കേരളത്തിൽ ഇവിടെ തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു, അറിയല്ലോ. കാരണം ഇപ്പോൾ എല്ലാ ഹോട്ടലുകളാണെങ്കിലും എല്ലാ മേഖലകളാണെങ്കിലും അവർക്ക് ശരിക്കും ഇതൊരു ഗൾഫാണ്. പഴയ മലയാളികൾക്ക് ഗൾഫ് എങ്ങനെയാണോ ആ രീതിയിലാണ് ശരിക്കും ആ ഒരു അന്തരം. കാരണം വെച്ചാൽ CPM ഭരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ CPM ഒരു എന്താ പറയുക, ഒരു എലൈറ്റ് ക്ലാസ്സിനെ മാത്രം, എന്താ പറയുക, വിശാല അർത്ഥത്തിൽ ഒരു എലൈറ്റ് ക്ലാസ്സിനെ മാത്രം എന്താ പറയുക പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ശരിക്കും. കാരണം ബംഗാളിലെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് 2 യുഗങ്ങൾ പോയ പോലെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഡിഫറൻസ് ആയിരുന്നു. കാരണം വികസനം എന്ന് പറയുന്ന സംഭവം ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. കാരണം വെറും വോട്ട് ബാങ്ക് മാത്രമാക്കി, മുസ്ലിം വിഭാഗക്കാരെ ആണെങ്കിലും മറ്റു വിഭാഗക്കാരെ ആണെങ്കിലും വോട്ട് ബാങ്ക് മാത്രമാക്കിയിട്ട് ഈ ഭദ്രലോക് എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ,
മനസ്സിലായി. CPM ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റർജിമാരും ബാനർജിമാരും മാത്രമാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ BJP വന്നപ്പോൾ നേരെ തിരിച്ച BJPയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രിമാരെ നമ്മൾ എടുത്തു നോക്കാം. നിഷിത് പ്രമാണിക് എന്ന് പറയുന്നത് SC കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു മന്ത്രിയാണ്, കൂച്ച് ബിഹാറിൽ നിന്നുള്ള MP ആണ്. പിന്നെയാണെങ്കിൽ നമ്മളിപ്പം ശന്തനു താക്കൂറിന് ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ഒരു അഭയാർത്ഥി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മന്ത്രിയാണ്, ഇദ്ദേഹവും കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ BJPയുടെ പല നേതാക്കളും OBC വിഭാഗത്തിൽപ്പെട്ടവരോ SC വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം BJP എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് BJPക്ക് അവിടെ ഈ ഒരു വളർച്ച ഉണ്ടായത്. വികസനം എന്താണെന്ന് അറിയാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടത്തെ CPMന് ശേഷം, അത് പോസ്റ്റ് CPM യുഗത്തിൽ BJPക്ക് അവരെ ആകർഷിക്കാൻ പറ്റുന്നതിന് ഒരു ഘടകം ഇതാണ്. CPM തൊടാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയിലേക്ക് BJP കയറി വന്നു എന്നുള്ളതാണ്. BJPയുടെ ശരിക്കും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അതെ അതെ. അല്ല, ഒരു നെറേറ്റീവ് ഉണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്രയും മാറ്റങ്ങൾ, കേരള ആരോഗ്യ മേഖലയിൽ ഒന്നാമതായതൊക്കെയുള്ള ഒരു കാരണമായിട്ട് എടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇടതുപക്ഷത്തിന്റെ ഭരണം ഒരു വലിയ ഘടകമാണെന്ന് പറയാതെ പറഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചോദ്യം അതല്ല. അങ്ങനെയുണ്ടെങ്കിൽ 10-30 വർഷം ഭരിച്ച ബംഗാൾ ആയിരിക്കണമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർഗവും ഒക്കെ ആകേണ്ടത് ബംഗാളായിരുന്നു. ഇതുവരെ അങ്ങനെ പറയുന്നില്ലല്ലോ, ബംഗാൾ മോഡൽ ഒന്നും പറയുന്നില്ലല്ലോ CPM. ഒരിക്കലും ലോകത്ത് എവിടെയും പറയുന്നില്ല, കേരളത്തിലും പറയുന്നില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എവിടെയും പറയുന്നില്ല. ബംഗാൾ മോഡൽ എന്ന് പറയണ്ടേ, കാരണം അവരുടെ ഏറ്റവും വലിയ ആവേശവും അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക എസെറ്റ് എന്നൊക്കെ പറഞ്ഞത് ആ ഒരു ബംഗാളിലെ ഭരണമായിരുന്നല്ലോ. അതെ, അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ 40 അത്രയും സീറ്റുകൾ നേടിയിട്ട് തൂത്തുവാരി. അതെ അതെ അതെ. അത് മാത്രമല്ല അന്ന് സർക്കാരിന് പിന്തുണ കൊടുത്തു. മറ്റേ ആദ്യത്തെ മൻമോഹൻ സർക്കാരിന് അവരായിരുന്നല്ലോ അതെ കാര്യങ്ങൾ കിങ് മേക്കേഴ്സ് ആയിട്ട് അതൊക്കെ ബംഗാളിന്റെ കൂടെ ആ ഒരു ഇതല്ലായിരുന്നു. അതെ, അതെല്ലാം അസ്തമിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ തിരിച്ചുവരവ് സാധ്യമെന്ന് ആരും കരുതുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അതാണ് അവസ്ഥ. അതെ അതെ അതെ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ 42 സീറ്റുകൾ ഏകദേശം നമുക്ക് അതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? എത്ര സീറ്റുകൾ കിട്ടിയേക്കും? BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 സീറ്റെങ്കിലും നേടുക എന്നുള്ളതായിരിക്കും BJPയുടെ ഒരു ലക്ഷ്യം. കാരണം 18 കഴിഞ്ഞ തവണ നേടിക്കഴിഞ്ഞു, എന്തായാലും മുകളിലേക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 2 വർഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് എല്ലാ വോട്ടർമാർക്ക് ഇടയിലൊക്കെ അവരൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ BJPക്ക് സാധ്യമാകണമെങ്കിൽ ഒരു 20 സീറ്റ് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് നേടേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം BJPയെ സംബന്ധിച്ച് BJPയുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് സ്ട്രെങ്ത് ഉള്ള മേഖലകൾ നമ്മൾ പറഞ്ഞല്ലോ, ട്രൈബൽ ബെൽറ്റായുള്ള ജംഗിൾ മഹലിലാണെങ്കിലും നോർത്ത് ബംഗാളിലാണെങ്കിലും BJP ഇത്തവണയും ആ ഒരു മുന്നേറ്റം അവർ കാഴ്ചവെക്കും, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നോർത്ത് 24 പർഗനാസ് ജില്ല, അവിടെയാണ് സന്ദേശ് ഗലി, സുന്ദർബൻസ് ആ ഇതിലാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ എത്രത്തോളം BJP ഇപ്പം പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് BJP വളരെ സജീവമായി സമരരംഗത്തുണ്ട്. പക്ഷെ അത് എത്രത്തോളം BJPക്ക് വോട്ടായി മാറും, അത് ആണ് ഒരു പ്രധാന ഘടകം. കാരണം കൽക്കത്തയിൽ ഇപ്പോഴും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇപ്പോഴും ഭദ്രലോകങ്ങളിൽ പല ആളുകളും BJPയോട് അങ്ങ് അടുക്കാൻ അവർക്കൊരു മടിയുണ്ട്. കാരണം അവർ CPM വിട്ടിട്ട് ഇപ്പോൾ ആ ഒരു ഷോക്കിൽ നിൽക്കുക പല ആളുകളും. അതായത് ഈ സവർണ ഫാസിസ്റ്റ് എന്ന് പേര് കേട്ട BJPക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് SC ST OBC വിഭാഗക്കാരാണ്. അതേസമയം CPM-നും TMC-ക്കും ഉള്ളത് സവർണരെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഇപ്പൊ ആരും ആവാം, ജാതീയമായി അല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അതിനുപരിയായിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഭദ്രലോക എന്നുള്ള പ്രയോഗം തന്നെ അങ്ങനെയാണ്. അപ്പൊ അത് കൊണ്ട് തന്നെ BJP സംബന്ധിച്ച് BJP ഇത്തവണ ലക്ഷ്യമിടുന്നത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധ്യതയുള്ള മേഖല നമ്മൾ ഈ പറഞ്ഞ ഹുഗ്ലി, ഹൗറ ആ ഒരു പ്രദേശം, പിന്നെ നോർത്ത് 24 പർഗനാസിലും സൗത്ത് 24 പർഗനാസ്, ഈ 2 ജില്ലകളിൽ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഒരു എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മമതയുടെ കോട്ട എന്നറിയപ്പെടുന്ന ഈ ഗംഗാ സമതലം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഡിസ്ട്രിക്ട്സ് വരുന്ന സ്ഥലത്ത് BJPക്ക് 16 സീറ്റാണ് അവിടെ ഉള്ളത്, ലോക്സഭാ സീറ്റ്. അതിൽ BJPക്ക് കിട്ടിയത് വെറും 3 സീറ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ BJPയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മമത തൂത്തുവാരിയ ഒരു മേഖലയാണ് ഈ സൗത്ത് ബംഗാൾ. പക്ഷേ BJPക്ക് അത്യാവശ്യം കുറച്ച് സ്വാധീനമുള്ള ഒരു മേഖലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ജംഗിൾ മഹൽ BJPക്ക് 8-ൽ 5 സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോർത്ത് ബംഗാളിലെ 4 ലോക്സഭാ സീറ്റും BJP ജയിച്ചിട്ടുണ്ട്. അപ്പോൾ BJPക്ക് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന 16 സീറ്റ് വരുന്ന ഈ മമതയുടെ കോട്ടയിൽ കയറി അറ്റ്ലീസ്റ്റ് ഒരു 5-8 സീറ്റ്, കഴിഞ്ഞ 3 സീറ്റാണ് നേടിയത്, ഒരു 5 സീറ്റോ അല്ലെങ്കിൽ ഒരു 8 സീറ്റ് വരെയൊക്കെ അഡീഷണൽ ആയിട്ട് നേടുകയാണെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ മൊത്തം മാറും. അതിനൊപ്പം ഈ നാദിയ ജില്ല BJP സംബന്ധിച്ച് നിർണായകമായ ജില്ലയാണ്. കാരണം അവിടെയാണ് കൃഷ്ണനഗർ മണ്ഡലം വരുന്നത്. കൃഷ്ണനഗർ മണ്ഡലം എന്ന് പറഞ്ഞാൽ മൊയ്ത്രയുടെ മണ്ഡലം. അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് BJPക്ക് അവിടെ വിജയിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇതേപോലെ ഈ മത്വ കമ്മ്യൂണിറ്റിയുടെ
റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മത്വ വോട്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണയും ഒരു 4% ഡിഫറൻസിലാണ് തൃണമൂൽ അവിടെ ജയിച്ചത്. ബി ജെ പി തൊട്ടടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഏതാണ്ട്. അപ്പോൾ ഇത്തവണ മത്വ കമ്മ്യൂണിറ്റീൻ്റെ വോട്ട് വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന കൃഷ്ണനഗർ ആണെങ്കിലും റാണാഘട്ട് ആണെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന മേഖലകളിലേക്ക് ബി ജെ പി പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മമത വീഴും. അല്ലെങ്കിൽ മമത ആ മേഖലകൾ അതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അല്പം താഴോട്ടോ പോകാനാണ് സാധ്യത. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മൊമെൻറ്റം ബി ജെ പിക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തെരഞ്ഞെടുപ്പാണ് നമുക്ക് 7 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. അതൊരു നിർണായകമായ സംഭവമാണ്. കാരണം ഈ ലാർജ് സ്കെയിലായിട്ടുള്ള വയലൻസ് സ്ഥിരമായിട്ട് അഴിച്ചുവിടുന്നതാണ് തൃണമൂൽ പ്രവർത്തകർ. ഇത്തവണ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ വീശ വിരിച്ചിരിക്കുകയാണ്. ഓൾറെഡി DGP മമതയുടെ സ്വന്തക്കാരനായ രാജീവ് കുമാർ എന്ന DGP മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ മമത ആരോപിക്കുന്നുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഒരു ഫാക്ടറാണ്. അങ്ങനെ 7 ഫേസായിട്ട് നടക്കും. അതെ, കാരണം കുറച്ചും കൂടെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല നരേന്ദ്രമോദിയുടെ റോൾ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. മോദിക്ക് ഉള്ളൊരു സ്വീകാര്യത ഉണ്ടല്ലോ. പിന്നെ ഇതിനെല്ലാം പുറത്ത് നിൽക്കുന്ന റോളാണല്ലോ. പക്ഷെ ആ പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 4% വരെ വോട്ട് സ്വിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് വിശകലനത്തിന്റെയും പുറത്ത് നിൽക്കുന്ന റോളാണ് നരേന്ദ്രമോദി എന്ന ഒരു വലിയ ഫാക്ടർ. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ലോക്സഭയിലെ സ്ഥിതി ഇങ്ങനെയാണ്. ഒരു BJPക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭയിലേക്കും അതിൻ്റെ ഒരു സ്വാധീനം പ്രകടമാവുക തന്നെ ചെയ്യും. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ BJPക്ക് ചില ദൗർബല്യങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നല്ലൊരു നേതാവിൻ്റെ ഒരു അഭാവം അങ്ങനെ തോന്നുന്നുണ്ട്. എന്താണ് അതിന്? തീർച്ചയായും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. BJP നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അത് തന്നെയാണ്. കാരണം അവർക്ക് നല്ലൊരു ലീഡറില്ല. അതായത് ബംഗാൾ മുഴുവൻ ഒരു വലിയ ബദലായി നിൽക്കാൻ കഴിയുന്ന ആ ഒരു തലയെടുപ്പുള്ള ഒരു നേതാവ്, ആ ഒരു തലയെടുപ്പുള്ള ഒരു നേതാവിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഗെയിം മാറും. ആ രീതിയിലുള്ളൊരു നേതാവിനെ അവർ കുറേ ആയിട്ട് അന്വേഷണത്തിലാണ് BJP. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ അണ്ണാമലയെ കിട്ടി, പക്ഷേ ബംഗാളിൽ ഇപ്പോഴും അത് വേക്കൻ്റ് ആണ്. സുവേന്ദു അധികാരി സ്വാഭാവികമായിട്ടും തൃണമൂലിൽ വന്നാണ്. അദ്ദേഹം നല്ല രീതിയിൽ BJPക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ജംഗിൾ മഹലിന് പുറത്തേക്ക് അദ്ദേഹത്തിന് അത്രയൊന്നും സ്വാധീനമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. താരതമ്യേന വലിയ പ്രായമുള്ള നേതാവല്ല, ഒരു 50ൻ്റെ തുടക്കത്തിലുള്ള ആളാണ്. പക്ഷേ പിന്നെയുള്ളത് ദിലീപ് ഘോഷാണ്. BJPയുടെ ഷോൺ RSS മാൻ എന്നൊക്കെ പറയാൻ പറ്റിയ ദിലീപ് ഘോഷാണെങ്കിലും നല്ല സ്ട്രീറ്റ് ഫൈറ്ററാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും BJPക്ക് പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതാണ് BJPക്ക് ഒരു നെഗറ്റീവ് ആയത്. കാരണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ഇത് മതി, കാരണം BJPക്ക് ആ രീതിയിൽ മുന്നോട്ട് വരാൻ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മമതയ്ക്ക് ബദലായിട്ട് നിങ്ങൾ ആരെ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളൊരു ചോദ്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമല്ലോ. തീർച്ചയായും കഴിഞ്ഞ തവണ അത് പ്രത്യേകിച്ച് ബംഗാളിൽ ആ ഒരു പേഴ്സണാലിറ്റി കൾട്ട് കുറച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ബദലായിട്ടൊരു അതിനാണ് സൗരവ് ഗാംഗുലിയെ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കറിയില്ല അതിൻ്റെയൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും BJPക്ക് ആ രീതിയിൽ ഒരു നേതാവ് കൂടെ വരികയാണെങ്കിൽ BJPക്ക് ശരിക്കും മമതയെ മുട്ടാനും മമതയെ തറപറ്റിക്കാനും സാധിക്കുമെന്നാണ്. നല്ലൊരു നേതാവ് കൂടെ വരികയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനും ഈ ഒരു അവസ്ഥയും കൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മമത മുട്ടുകുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മമതയുടെ ഈ ഔട്ട്സൈഡർ ക്യാമ്പയിനൊക്കെ ഇത്തവണ വർക്കൗട്ട് ആവും തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ നിയമസഭയിൽ വലിയ രീതിയിൽ ഔട്ട്സൈഡർ ക്യാമ്പയിൻ മമത ഉന്നയിച്ചിരുന്നു. കാരണം ബംഗാൾ വാദം ഉണ്ടല്ലോ, അതായത് ഈ ഒരു BJP എന്ന് പറഞ്ഞ ഔട്ട്സൈഡർ പാർട്ടിയാണ്, നേതാക്കളെല്ലാം നോർത്ത് ഇന്ത്യക്കാരാണ്. പക്ഷെ ഇനി അതൊന്നും നടക്കില്ല. കാരണം മമത തന്നെ കുറെ യൂസഫ് പട്ടാനും ഗുജറാത്തിയായ യൂസഫ് പട്ടാനും പിന്നെ ശത്രുഘ്ൻ സിൻഹയ്ക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ മമതയ്ക്ക് അത് തിരിച്ചടിക്കാം. അമിത് മാളവ്യ ഓൾറെഡി അത് കറക്റ്റായിട്ട് തന്നെ ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു എന്തായാലും ബംഗാളിനെ സംബന്ധിച്ച് വളരെ വലിയൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. മമതയും മോദിയും തമ്മിൽ നേരിട്ടൊരു ഫൈറ്റാണ് ബംഗാളിൽ നടക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്ന്. ആര് വാഴും ആര് വീഴും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും അടുത്ത സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി കാണാം. നമസ്കാരം.